സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ 5ഓളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും സുപ്രധാനമായ അറിയിപ്പുകൾ എത്തിയതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ തീയതി ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവിച്ചിരിക്കുകയാണ്. പെൻഷൻ തുകയുടെ വർധന ഉടനെ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അർഹത ഇടയ്ക്കിടെ ഇനി പുനഃപരിശോധിക്കുവാനും പോവുകയാണ്. പുതിയ UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ പെൻഷൻ നിലവിലെ 2000 രൂപയിൽ നിന്നും 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നത്. ഇത് സംബന്ധിച്ച നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും മുൻ സർക്കാർ ചെയ്തതുപോലെ അവസാന നിമിഷം വരെ കാത്തു നിൽക്കാതെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അധികം സമയമെടുക്കാതെ ഈ പ്രഖ്യാപനം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതോടെ ക്ഷേമ പെൻഷൻ 3000 രൂപ ലഭിക്കുവാൻ ഈ സർക്കാരിന്റെ അവസാന കാലം വരെ കാത്തിരിക്കേണ്ടതില്ല എന്നത് വലിയൊരു ആശ്വാസ വാർത്തയാണ്. അതോടൊപ്പം ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതെ നടത്തുന്നതിനായി സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കും. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷനായ 2000 രൂപയുടെ വിതരണം ജൂൺ 24-ാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനായുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. നിലവിലെ പെൻഷൻ പട്ടികയിലെ അർഹതപ്പെട്ടവർക്ക് മാത്രം പെൻഷൻ നൽകുന്നതിനെ കുറിച്ചും മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചു. നിലവിൽ പെൻഷൻ വാങ്ങുന്നവരിൽ ചിലർ കാലക്രമേണ അനർഹരായി മാറാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കാലത്തായിരിക്കും പെൻഷൻ ലഭിച്ചു തുടങ്ങുക. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലർ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിൽ എത്തിയേക്കാം. അങ്ങനെയുള്ളവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയാൽ പകരം അർഹതയുള്ള പെൻഷൻ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്നവരെ ഉൾപ്പെടുത്തുവാനും കഴിയും. അതിനാൽ അർഹരായവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാനും അനർഹരെ ഒഴിവാക്കുവാനും ഇടയ്ക്കിടെയുള്ള പരിശോധനകൾ അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വാർഷിക മസ്റ്ററിംഗ്, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണ, പെൻഷൻ കുടുംബങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളുടെ വിലയിരുത്തൽ എന്നിവ പോലുള്ളവ ഇടയ്ക്കിടെ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന സൂചന. അതുപോലെ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ നിലനിൽക്കുന്ന പരാതികൾ സർക്കാർ ഗൗരവമായി കാണും. AC ഉപയോഗിച്ചാൽ പെൻഷൻ അർഹത നഷ്ടപ്പെടും എന്നത് ഉൾപ്പെടെയുള്ള അപ്രായോഗികമായ ചില മാനദണ്ഡങ്ങൾ ഒഴിവാക്കുന്നത് പരിശോധനയിലുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പലർക്കും AC ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ മക്കളൊക്കെ ചിലപ്പോൾ ഒരു AC വാങ്ങിയെന്ന് വരും. ഇങ്ങനെയുള്ള കാരണത്താൽ അർഹരായവർക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുന്നത് പരിശോധിക്കും എന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. ജൂൺ 24-ാം തീയതി ബുധനാഴ്ച മുതൽ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ടും എത്തിച്ചേരുന്നതാണ് എന്ന കാര്യം സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.